ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ സമോസയാണ്. ഇപ്പോൾ നൊയമ്പ് കാലമല്ലേ, ഇഫ്താറിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി കഴിഞ്ഞല്ലോ സമോസ. അപ്പോൾ നമുക്ക് സമോസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനൊരു 300 ഗ്രാം ബോൺലെസ് ചിക്കൻ അല്പം ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരല്പം വെള്ളം ഒഴിച്ച് കുക്കറിലൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി സമോസയ്ക്ക് ആവശ്യമായ ഫില്ലിങ് തയ്യാറാക്കാനായി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് 4 വെളുത്തുള്ളിയുടെ അല്ലിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നീട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു 3 സവാള ഇതുപോലെ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു വെജിറ്റബിൾസും ആഡ് ചെയ്യുന്നില്ല, സിമ്പിളായിട്ടുള്ളൊരു സമോസയാണ് ചെയ്യുന്നത്. മസാലയ്ക്ക് ആവശ്യമായ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നതിനായിട്ട് ഞാനൊരു 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ ഇതുപോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് കൊടുത്ത് മസാലയും ചിക്കനും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. സമോസ ഉണ്ടാക്കാനായിട്ട് ഞാൻ റെഡിമെയ്ഡ് ആയിട്ടുള്ള സമോസ ലീഫാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ എടുത്തതിന് ശേഷം ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് നിറച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇതുപോലെ ഫോൾഡ് ചെയ്ത് സൈഡെല്ലാം ഒട്ടിച്ചെടുക്കുന്നതിനായിട്ട് ഞാനൊരു കുറച്ച് മൈദാമാവ് കുറച്ച് വെള്ളം ഒഴിച്ച് തിക്കായിട്ടൊന്ന് കലക്കി വെച്ചിട്ടുണ്ട്. അത് ചേർത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാ സൈഡും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോഴേക്കും പൊട്ടി ഫില്ലിങ്സ് എല്ലാം വെളിയിൽ വരും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ എല്ലാ സമോസയും തയ്യാറാക്കി എടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ സമോസയായി ഇട്ട് കൊടുക്കാം. ഇപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം തീ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. സമോസ ലീഫ് ആയതുകൊണ്ട് പെട്ടെന്ന് കയറി കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു പരുവാകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു ഗോൾഡൻ നിറമാവുന്നത് വരെ നമുക്കൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇങ്ങനെ എല്ലാ സമോസയും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് സമോസയെല്ലാം. ഇത് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം.
ഈ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.